അങ്ങനെ ജോലിയുടെ ഭാഗമായി വീണ്ടും നേപ്പിയറിലെത്തി. ന്യൂസിലൻഡിലെത്തിയതിനു ശേഷം ഇതിപ്പോൾ 2ാം തവണയാണ് ഞങ്ങൾ നേപ്പിയറിലെത്തുന്നത്. ആദ്യമായിട്ടാണ് ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നത്. അത്യാവശ്യം നമുക്ക് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ചായയും കാപ്പിയൊക്കെ ഇട്ട് ആദ്യത്തെ ദിവസം റിസോർട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ തള്ളി നീക്കി. ഒരുപാട് സ്ഥലങ്ങൾ നേപ്പിയറിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഹോക്സ്ബി മ്യൂസിയം ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് ഫ്രീ ആണ് കേട്ടോ. ഒരുപാട് മോഡേൺ പെയിൻറ്റിങ്സും മവരി കൾച്ചർ ഐറ്റംസും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ആർട്ടിഫിഷ്യൽ എർത്ത് ക്വേക്ക് ആണ് കേട്ടോ. ന്യൂസിലൻഡിലെ ഹോക്സ് ബേ എന്ന് പറയുന്ന സ്ഥലത്ത് 1931 ഒരു മേജർ എർത്ത് ക്വേക്ക് ഉണ്ടായിരുന്നു. അത് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് കാണിച്ചു തരുന്നൊരു സ്ഥലം കൂടിയായിരുന്നു ഇത്. പിന്നെ നല്ല ഫുഡൊക്കെ കഴിച്ച് യാത്ര തിരിച്ചു. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.